മലയാളിയുടെ ചിരിയിലും ചിന്തയിലും ഒരുപോലെ ഇടം നേടിയ കലാകാരൻ ശ്രീനിവാസൻ ഇനി ഓർമ്മകളിൽ മാത്രം. വൈരുദ്ധ്യങ്ങളും കാപ്പട്യങ്ങളും നിറഞ്ഞ മലയാളിയുടെ ദൈനംദിന ജീവിതത്തെ പരിഹാസത്തിൻ്റെ മൂർച്ചയുള്ള വാക്കുകളിലൂടെ വെള്ളിത്തിരയിൽ പകർത്തിയ അദ്ദേഹം 48 വർഷത്തെ സമ്പന്നമായ സിനിമാ ജീവിതത്തിന് വിരാമമിട്ട് വിടവാങ്ങുകയാണ്. ഒരു നടൻ എന്നതിലുപരി തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ മുദ്രകൾ സമാനതകളില്ലാത്തതാണ്. ശ്രീനിവാസൻ സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയിലെ സാധാരണത്വമായിരുന്നു. ആഡംബരങ്ങളില്ലാത്ത പച്ചയായ മനുഷ്യരുടെ കഥകളാണ് അദ്ദേഹത്തിന്റെ തൂലിക പറഞ്ഞത്. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഇടത്തരക്കാരന്റെ പൊള്ളയായ അഹങ്കാരങ്ങളുമെല്ലാം ഹാസ്യത്തിന്റെ മറവിൽ അദ്ദേഹം തുറന്നു കാട്ടി. അങ്ങനെയാണ് ശ്രീനിവാസൻ മലയാളിയുടെ സ്വന്തം പ്രതിനിധിയായി മാറിയത്. രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളെ ഏറ്റവും ശക്തമായി പരിഹസിച്ച ചിത്രമായി സന്ദേശം ഇന്നും മലയാള സിനിമയിൽ വേറിട്ടു നിൽക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ അനാവശ്യ വാഗ്വാദങ്ങളും അത് കുടുംബ ബന്ധങ്ങളിൽ സൃഷ്ടിക്കുന്ന വിള്ളലുകളും ശ്രീനിവാസൻ അതീവ സൂക്ഷ്മതയോടെ അവതരിപ്പിക്കുകയും ചെയ്തു. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് പോലുള്ള സംഭാഷണങ്ങൾ ഇന്നും മലയാളിയുടെ സംസാര ഭാഷയുടെ ഭാഗമാണ്. മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടുകളിലെ നാടോടിക്കാറ്റ് മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നായി. ദാസനും വിജയനും എന്ന കഥാപാത്രങ്ങളിലൂടെ സൗഹൃദത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പുതിയ ഭാഷയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത്. പട്ടണപ്രവേശം, അക്കരെ 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 എന്നീ തുടർ ചിത്രങ്ങളും ഈ കൂട്ടുകെട്ടിൻ്റെ വിജയകഥകളായി. സംവിധായകനായും ശ്രീനിവാസൻ തൻ്റെ മികവ് തെളിയിച്ചു. വടക്കു നോക്കി യന്ത്രം എന്ന ചിത്രത്തിൽ അപകർഷതാബോധം ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നർമ്മവും ഗൗരവവും ചേർത്ത് അവതരിപ്പിച്ചു. ചിന്താവിഷ്ടിയായ ശ്യാമളയിലൂടെ ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താവും കുടുംബഭാരം ചുമക്കുന്ന ഭാര്യയും എന്ന സാമൂഹിക യാഥാർത്ഥ്യം ശക്തമായി പറഞ്ഞു ചേർത്തു. ഈ ചിത്രം ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നേടി. ശ്രീനിവാസൻ സിനിമകൾ മലയാളിക്ക് വെറും വിനോദം മാത്രമായിരുന്നില്ല, അവ സമൂഹത്തിന്റെ നേർക്ക് പിടിച്ച കണ്ണാടിയായിരുന്നു. ചിരിയിലൂടെ അദ്ദേഹം പറഞ്ഞ വലിയ ജീവിത സത്യങ്ങൾ വരും തലമുറകൾക്കും പാഠപുസ്തകമായി തുടരും. മലയാള സിനിമയിലെ ഒരു വലിയ അധ്യായത്തിനാണ് ഇന്ന് അന്ത്യമാകുന്നത്. ശ്രീനിവാസനെ സെഡ്കോ ന്യൂസിന്റെ ആദരാഞ്ജലികൾ.